എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വൈദ്യുതാഘാതത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എങ്ങനെ രക്ഷിക്കാമെന്നും പ്രഥമ ശുശ്രൂഷ എങ്ങനെ പരിപാലിക്കാമെന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഒരു വ്യക്തിയെ വൈദ്യുത ആഘാതത്തിൽ നിന്ന് കൃത്രിമ ശ്വസനം നൽകുന്നത് പരിശീലിക്കുന്നത് വഴി രക്ഷിക്കാൻ കഴിയും. അവയാണ് സ്കാഫേഴ്സ് രീതി, സിൽവസ്റ്റർ രീതി, ഹോൾഗൻ നീൽസൺ രീതി, വായയും തമ്മിലുള്ള രീതി, വായയും മൂക്കും തമ്മിലുള്ള രീതി, കാർഡിയക് അറസ്റ്റിനെ CPR. എന്താണ് ഇലക്ട്രിക് ഷോക്ക്? വൈദ്യുതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ആധുനിക യുഗത്തിൽ വൈദ്യുതി അനിവാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ നല്ല ഇൻസുലേഷൻ, ശരിയായ അളവുകൾ, മാനദണ്ഡങ്ങൾ, ശരിയായ രീതികൾ എന്നിവ ഉൾപ്പെടുന്ന ശരിയായ രീതിയിൽ നാം വൈദ്യുതി ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവയില്ലാതെ വളരെ അപകടകരമായ പരിക്കുകൾ ഒടുവിൽ മനുഷ്യജീവന്റെ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ വൈദ്യുത ആഘാതം വളരെ അപകടകരമാണ്. അത് സ്പർശിക്കുന്നത്, അതായത് നമ്മളിലൂടെ ഒഴുകുന്നത് വളരെ അപകടകരമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഏതു സ്ഥലത്തും ഇത് സംഭവിക്കാം. ഇത് പരിക്കിനും ഒടുവിൽ മരണത്തിനും ഇടയാക്കും. വൈദ്യുത ആഘാതം മൂലമുണ്ടാകുന്ന അപകടം വൈദ്യുത പ്രവാഹത്തിന്റെ തരം, ഉയർന്ന വോൾട്ടേജ്, വൈദ്യുതധാര ശരീരത്തിലൂടെ എങ്ങനെ പ്രവഹിക്കുന്നു, വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം, എത്ര വേഗത്തിൽ ചികിത്സ സ്വീകരിക്കുന്നു എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വൈദ്യുതധാരയെ ആഗിരണം ചെയ്യാൻ പ്രാപ്തമാണ്. ശരീരത്തിലുടനീളം തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ നമ്മുടെ ശരീരത്തിന്റെ നാഡീവ്യവസ്ഥയ്ക്ക് വൈദ്യുതി ആവശ്യമാണ്. അതിനാലാണ് നാം ചിന്തിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ശരീരഭാഗങ്ങളും ടിഷ്യുകളും രക്തചംക്രമണ വ്യൂഹങ്ങളും കൂടുതലും ഉപ്പുവെള്ളം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൊബൈൽ അയോണുകൾ വൈദ്യുതധാരയെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ പുറംഭാഗത്ത് ഒരു വൈദ്യുത പ്രവാഹം ചർമ്മത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആന്തരിക ഭാഗങ്ങളിൽ വൈദ്യുത പ്രവാഹത്തോടുള്ള പ്രതിരോധം 100 ഓം സെന്റിമീറ്ററാണ്. എപ്പോഴാണ് വൈദ്യുത ആഘാതം സംഭവിക്കുന്നത്? പവർ ഓഫ് ചെയ്യാതെ വൈദ്യുതി പ്രശ്നമുള്ള ഒരു പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ, PPE വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ശരിയായ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കുമ്പോൾ, എർത്തിങ് ഇല്ലാതെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ തൊടുമ്പോൾ, ഇരയെ നേരിട്ട് രക്ഷപ്പെടുത്തുമ്പോൾ, ഇടിമിന്നലുള്ള സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ, ഒരു വ്യക്തിയിൽ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ നമുക്കറിയാം. കറന്റ് റേറ്റിംഗുകളുടെ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുത ആഘാതത്തിന്റെ ഫലങ്ങളിതാ. 1. 6 മുതൽ 25 മില്ലി ആംപിയർ അല്ലെങ്കിൽ 0.006 മുതൽ 0.025 ആംപിയർ വരെ. ഇതിന്റെ ഫലങ്ങൾ വേദനജനകമായ ആഘാതത്തിനും പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകും. 2. 9 മുതൽ 30 മില്ലി ആംപിയർ അല്ലെങ്കിൽ 0.009 മുതൽ 0.030 ആംപിയർ വരെ. ലെറ്റ്സ് ഗോ സീരീസ് എന്ന് വിളിക്കപ്പെടുന്ന ഫ്രീസിംഗ് കറണ്ടിന് കാരണമാവുകയും സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യും. 3. 50 മുതൽ 150 മില്ലി ആംപിയർ അല്ലെങ്കിൽ 0.050 മുതൽ 0.15 ആംപിയർ വരെ. കഠിനമായ വേദന, ശ്വാസതടസ്സം, കഠിനമായ പേശി സങ്കോചം. 4. 1000 മുതൽ 4300 മില്ലി ആംപിയർ അല്ലെങ്കിൽ 1 മുതൽ 4.3 ആംപിയർ വരെ. ഹൃദയസ്തംഭനം, നാഡീക്ഷതം, മരണം എന്നിവയ്ക്കും കാരണമാകും. 5. 10,000 മില്ലി ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ. ഹൃദയസ്തംഭനം, ഗുരുതരമായ പൊള്ളൽ, മരണം എന്നിവയ്ക്കും കാരണമാകാം. വൈദ്യുത ആഘാതത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എങ്ങനെ സംരക്ഷിക്കാം? ഒരു വ്യക്തി വൈദ്യുത ആഘാതത്തിന് അടുത്തായിരിക്കുമ്പോഴെല്ലാം ചുവടെയുള്ള നടപടിക്രമം പിന്തുടർന്ന് ആ വ്യക്തിയെ വൈദ്യുത ഉറവിടത്തിൽ നിന്ന് വേഗത്തിൽ വേർപെടുത്താൻ കഴിയും. 1. മെയിൻ പവർ ഉടൻ ഓഫ് ചെയ്യുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന സർക്യൂട്ടിലേക്കോ ഉപകരണത്തിലേക്കോ ഉള്ള പവർ എപ്പോഴും ഓഫ് ചെയ്യുക. ഇത് സാധാരണയായി വീടിന്റെ സേവന പാനലിൽ അല്ലെങ്കിൽ ബ്രേക്കർ ബോക്സിൽ ഉചിതമായ ബ്രേക്കർ ഓഫ് ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്.
നിങ്ങളൊരു കോർഡഡ് ഉപകരണത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഉപകരണത്തെ ഓഫ് ചെയ്യുവാൻ കോഡ് അൺപ്ലഗ് ചെയ്യുക. 2. കറണ്ട് നിങ്ങളിൽ കൂടി ഒഴുകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സർക്യൂട്ട് നിലയ്ക്കുന്നതുവരെ ഇരയെ വെറും കൈകൊണ്ട് തുടരുത്. 3. ഇരയിൽ നിന്ന് നേരിട്ടുള്ള വൈദ്യുത സ്രോതസ് നീക്കം ചെയ്യണം. 4. നീളമുള്ള മുടി, ചൂല്, വടി, ടെലിഫോൺ ഡയറി മുതലായ ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ചാലകമല്ലാത്ത വസ്തുക്കൾ എപ്പോഴും ഉപയോഗിക്കുക. 5. ഉണങ്ങിയ നിലത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നും ഇരയിൽ നിന്നും കഴിയുന്നത്ര അകലെയാണെന്നും ഉറപ്പാക്കുക. 6. ഇരയെ വൈദ്യുത സ്രോതസ്സിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശ്വസനവും പൾസും പരിശോധിക്കുക. 7. വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിൽ ഉടൻ ആംബുലൻസിനെ വിളിക്കുക. ഇര ശ്വസിക്കുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വസനം നടത്തണം. വൈദ്യുത ആഘാതം എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ഒരു വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. 1. അപകടകരമായ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ എപ്പോഴും ധരിക്കേണ്ടതാണ്. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളിൽ കയ്യുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ, ഷൂസ്, ഇയർ പ്ലഗുകൾ അല്ലെങ്കിൽ മാഫ്സ്, കട്ടിയുള്ള തൊപ്പികൾ, റെസിപ്പിറേറ്ററുകൾ അല്ലെങ്കിൽ കവറുകൾ, വെസ്റ്റുകൾ, ഫുൾ ബോഡി സ്യൂട്ടുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. 2. ഫ്യൂസുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, എർത്ത് ലീക്കേജ് ബ്രേക്കറുകൾ മുതലായവ പോലെയുള്ള IS മാനദണ്ഡങ്ങൾക്കനുസൃതമായ സുരക്ഷിതമായ ഘടകങ്ങളും ഉപകരണങ്ങളും എപ്പോഴും ഉപയോഗിക്കുക. 3. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 കർശനമായി പാലിക്കുക. 4. വൈദ്യുത തീയിൽ ഒരിക്കലും വെള്ളമൊഴിക്കരുത്. ഇലക്ട്രിക്കൽ തീയിൽ ക്ലാസ് C തരം അഗ്നിശമന ഉപകരണം ഉപയോഗിക്കുക. ക്ലാസ് C തീപിടുത്തത്തിൽ എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. C റേറ്റിംഗ് ഉള്ള എക്സ്റ്റിങ്ക്യൂഷറുകൾ ഊർജിത ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന തീയിൽ ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 5. പവർ സപ്ലൈ ഓഫാക്കിയാൽ സ്പർശിക്കുന്നതിന് മുൻപ് നിയോൺ ടെസ്റ്ററിലൂടെയോ ടെസ്റ്റ് ലാമ്പിലൂടെയോ കറണ്ട് ഒഴുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. 6. ബാത്റൂം ഏരിയൽ GFCI ഗ്രൗണ്ട് ഫോൾട്ട് ആൻഡ് കറന്റ് ഇന്ററപ്റ്റർ ഔട്ട്ലെറ്റ് ഉപയോഗിക്കണം. GFCIകൾ വൈദ്യുതി തകരാറുകൾ കണ്ടെത്തുകയും ഷോക്ക് തടയാൻ പവർ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. കോർഡിന് മുകളിൽ വെള്ളം കയറുകയോ ആന്തരിക ഉപകരണങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയോ ചെയ്യുന്നത് തകരാറുകൾക്ക് കാരണമാകും. 7. ഭൂമിയുടെ പ്രതിരോധം ഇടയ്ക്കിടെ പരിശോധിച്ച് നല്ല എർത്തിംഗ് സംവിധാനം ഉറപ്പാക്കുക. 8. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യാൻ പ്ലഗ് സോക്കറ്റിൽ നിന്നും നീക്കം ചെയ്യണം, കേബിളിൽ നിന്നല്ല. 9. ലോഡ് അവസ്ഥയിൽ പവർ കോഡ് അൺപ്ലഗ് ചെയ്യരുത്. നിങ്ങൾ ഉപകരണം അൺപ്ലഗ് ചെയ്യുകയാണെങ്കിൽ വൈദ്യുത പ്രവാഹം ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റിൽ നിന്ന് പ്ലഗിലേക്കുള്ള വിടവിലൂടെ ചാടുന്ന ഒരു ആർക്ക് സൃഷ്ടിച്ചേക്കാം. ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ചുകൾ ഇല്ലാത്ത ലാമ്പുകളിലും ചെറിയ വീട്ടുപകരണങ്ങളിലും ഇത് സാധാരണമായി സുരക്ഷിതമാണ്. എന്നാൽ ഡ്രയറുകൾ, റേഞ്ചുകൾ, AC യൂണിറ്റുകൾ, ഇലക്ട്രിക് ഹീറ്ററുകൾ തുടങ്ങിയ വലിയ വീട്ടുപകരണങ്ങൾ വിച്ഛേദിക്കുമ്പോഴോ ലോഡിന് കീഴിൽ ബന്ധിപ്പിക്കുമ്പോഴോ അപകടകരമായ ആർക്കുകൾ സൃഷ്ടിക്കും. 10. കേടായ എക്സ്റ്റൻഷൻ പവർ കോഡ് ഉപയോഗിക്കരുത്. 11. മൂന്നാമത്തെ പ്രോഗ്, അതായത് ഗ്രൗണ്ടിംഗ് പിൻ നീക്കം ചെയ്ത ഒരു ഇലക്ട്രിക്കൽ പ്ലഗ് ഒരിക്കലും ഉപയോഗിക്കരുത്. 12. ലൈറ്റ് ബൾബ് മാറ്റിസ്ഥാപിക്കുമ്പോൾ വൈദ്യുതി വിതരണം ഓഫ് ചെയ്യുക. 13. നിങ്ങളുടെ കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുളിച്ചതിനു ശേഷം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. നനഞ്ഞ കൈകളാൽ നിങ്ങൾ ഒരു സ്വിച്ചിൽ തൊടുമ്പോഴെല്ലാം സ്വിച്ചിനുള്ളിൽ വെള്ളം കയറാനും സ്വിച്ചിന്റെ തുറന്ന ലോഹ ഇലക്ട്രിക്കൽ ഭാഗങ്ങളുമായി സമ്പർക്കം പുലർത്താനും സാധ്യതയുണ്ട്. വെള്ളം ഒരു നല്ല വൈദ്യുതി ചാലകമായതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലൂടെ വൈദ്യുതി ധാരയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ഇത് ജലത്തിന്റെ അംശത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് നേരിയതോ കഠിനമായതോ ആയ ഷോക്ക് നൽകുന്നു. വൈദ്യുത ആഘാത സാധ്യത ഒഴിവാക്കാൻ നനഞ്ഞ കൈകളാൽ ഇലക്ട്രിക്കൽ സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. 14. ഉപകരണങ്ങൾ ഈർപ്പം, വെള്ളം എന്നിവയിൽ നിന്നും അകറ്റി നിർത്തുക. 15. നിങ്ങൾ അപ്ലയൻസ് പ്ലഗ് ഇൻ ചെയ്യുമ്പോഴോ സർക്യൂട്ട് ഓഫ് ചെയ്യുമ്പോഴോ ഷോക്ക് നൽകാൻ കഴിയുന്ന കപ്പാസിറ്ററുകൾ ഏത് ഉപകരണത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കപ്പാസിറ്ററുകൾ ബാറ്ററികൾ പോലെയാണ്. അവ സ്വന്തമായി ഒരു വൈദ്യുത ചാർജ് വഹിക്കുന്നു. എയർ കണ്ടീഷണറുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫ്രീസറുകൾ, ഗാരേജ് ഡോർ ഓപ്പണറുകൾ, മൈക്രോവേവ് ഓവനുകൾ തുടങ്ങിയ മോട്ടോറുകൾ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങളിലും മറ്റ് ഉപകരണങ്ങളിലും അവ പലപ്പോഴും കാണപ്പെടുന്നു. 16.
എല്ലായ്പ്പോഴും ഇൻസുലേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഒരു ഉപകരണം തെന്നു വീഴുകയോ ചെയ്യുമ്പോൾ ആകസ്മികമായ ഒരു വൈദ്യുത ബന്ധം സൃഷ്ടിക്കാൻ കഴിയും. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഇൻസുലേറ്റഡ് ഉപകരണങ്ങളിൽ കുറഞ്ഞ അളവിൽ തുറന്ന ലോഹം ഉള്ളത്. നിങ്ങൾ ഇലക്ട്രിക്കൽ വയറിങ്ങിനോ ഗോവണിയിൽ നിന്നുള്ള ഉപകരണങ്ങൾക്കോ സമീപമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ലോഹ ഗോവണിക്ക് പകരം ചാലകമല്ലാത്ത ഫൈബർ ഗ്ലാസ് ഗോവണിയായി ഉപയോഗിക്കുക. 17. നിശ്ചിത പരിധിക്കുള്ളിൽ വൈദ്യുത ഉപകരണങ്ങൾ ഓവർലോഡ് ചെയ്യുകയോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. 18. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ അവയുടെ നെയിം പ്ലേറ്റ് നോക്കുക. 19. ഇടിമിന്നലുള്ള സമയത്ത് ആളുകൾ വീടിനുള്ളിൽ പോയി അഭയം തേടണം. ബോട്ട് യാത്രക്കാർ കഴിയുന്നത്ര വേഗത്തിൽ വെള്ളത്തിൽ നിന്നും ഇറങ്ങണം. 20. മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ഓടുകൾ, ഓടകൾ, മേൽക്കൂരകൾ എന്നിവ വൃത്തിയാക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്നും മാറി നിൽക്കുക. 21. നിലത്ത് കിടക്കുന്ന വൈദ്യുതി ലൈനിൽ ഒരു കാരണവശാലും തൊടരുത്. 22. വൈദ്യുത അപകടങ്ങൾ സംബന്ധിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കുക. 23. തകരാർ പരിഹരിക്കുന്നതിന് വൈദഗ്ധ്യമുള്ള ആളുകളെ മാത്രമേ അനുവദിക്കാവൂ. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് രക്ഷിക്കാനും ഒരാളെ വൈദ്യുത ഷോക്കിൽ നിന്ന് തടയാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.